ഈ പാമ്പുകളെ പറ്റിയിട്ടേ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ പാമ്പ് എങ്ങനെയാണ് നമ്മളുടെ സാന്നിധ്യം ഇത് ചെവി കേൾക്കില്ല എന്ന് പറയുന്ന ഒരു സംഗതി, പിന്നെ ഈ മകുടി ഊതുന്ന ആളുകളെല്ലാം കൈവച്ചിട്ട് ചെയ്യുന്ന പരിപാടി, ഇതെങ്ങനെയാണ് അറിയുന്നത്? ഈ പറയുന്ന ചെവി കേൾക്കില്ല എന്ന് പറയുന്ന സത്യമാണോ, സ്പർശമാണോ? ചെവി കേൾക്കും, പക്ഷെ നമ്മൾ ഈ കേൾക്കുന്ന പോലെ നമുക്ക് ഉള്ള പോലെ ഒന്നും അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സിസ്റ്റം അല്ല. അപ്പൊ നമുക്ക് മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ് എന്ന് പറയുന്ന 3 എല്ല് നമ്മുടെ കേൾവിയെ സഹായിക്കുമ്പോൾ ഇവർക്ക് അതൊരു സ്റ്റേപ്പസ് എന്ന് പറയുന്ന ഒരു ഒറ്റ എല്ലാണ്. അത് പലപ്പോഴും അവരുടെ ജോ ആയിട്ടും കീഴ്ത്താടിയൊക്കെ ആയിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിലത്തുനിന്ന് വൈബ്രേഷൻസ് പിക്ക് ചെയ്യുമെന്ന് പറയുന്നത്. ഈ മകുടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മകുടി ഉപയോഗിക്കുന്നവരെല്ലാവരും കളിക്കുന്നത് മൂർഖനെ വെച്ചിട്ടാണ്, അല്ലാണ്ട് മറ്റു പമ്പുകളെ വെച്ചിട്ടൊന്നും ഇത് കാണുന്നില്ല. അപ്പൊ മൂർഖൻ എന്താ നമ്മളെ കാണുന്നു, അപ്പൊ ഈ പറയുന്ന ഒരു ത്രെഡ് പോസ്റ്റ് എന്നുള്ള രീതിയിൽ പത്തി വിടർത്തുന്നു. പത്തി വിടർത്തുമ്പോ അപ്പൊ ഈ പറയുന്ന അവരുടെ കംപ്ലീറ്റ് ഇത് വിഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ നിലത്തുനിന്നുള്ള വൈബ്രേഷൻസ് പിക്ക് ചെയ്യലൊക്കെ പിന്നെ വളരെ കുറഞ്ഞു, കാരണം തല മുകളിലേക്ക് പോകുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക, അവരുടെ കാഴ്ചയാണ് ആശ്രയിക്കുന്നത്. ആ സമയത്താണ് ഇതിനെ വെച്ച് സർക്കസ് കാണിക്കുന്നവർ ഇപ്പുറത്ത് ഒരു കൈയാട്ടും, അപ്പൊ അത് അങ്ങോട്ട് നോക്കും, അപ്പൊ പുറകിൽ വന്ന് തൊടും. അതല്ലെങ്കിൽ ഒരാള് സുഹൃത്ത് ഹാൻഡ് കർച്ചീഫ് ആട്ടുമ്പോൾ തലയിൽ മുകളിൽ ഉമ്മ വെക്കും, അതല്ലെങ്കിൽ കഴുത്തിൽ പിടിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ സമയം നമ്മൾ നോക്കിയാൽ അതിന്റെ അറ്റൻഷനെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് മകുടി ആട്ടുമ്പോൾ അത് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഒരു സംഭവം പടം പൊഴിക്കുക എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, അതിന്റെ യഥാർത്ഥ റീസൺ എന്താ? അതിന്റെ ശൽക്കങ്ങൾ വളരുന്നില്ല എന്നുള്ളത് എന്താണ്? അതിൽ ആ പ്രോസസ് എന്താണ്? ശരീരം വളരുന്നതനുസരിച്ചിട്ടാണ് ഇവർ പടം പൊഴിക്കുന്നത്. അത് പലപ്പോഴും ഈ എന്താ പറയാ, നമ്മള് ഇന്ന സമയത്തിൽ അവർ പടം പൊഴിക്കും എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളാകുന്ന സമയത്ത്, വളർച്ച നല്ലോണം ഉള്ള സമയത്ത് ഒരു ഓൺ എ ഫ്രീക്വന്റ് ബേസിസ് ഈ പറഞ്ഞ മാതിരി ഇവരുടെ സ്കിൻ പൊഴിച്ചു കളയും. അത് ഒരു എന്താ പറയാ, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞാൽ ഈ പടം പൊഴിക്കുന്നത് എന്താ പറയാ, ലൈക്ക് അങ്ങനെ വെരി ഓഫൻ നടക്കുന്നൊരു സംഭവമല്ല. ഒരു സ്കിന്ന് ഷെഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ലൈക്ക് ക്ലീൻ ആയി വരുന്നതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഗ്രോത്തിന്റെയും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്കിൻ ഷെഡിങ് എന്ന് പറയുന്നത്.